15,000 വോട്ടിന് മേലേക്ക് അൻവർ പിടിച്ചു തുടങ്ങിയാൽ എന്താ പിന്നെ അവസ്ഥ എന്നറിയോ? അൻവർ പിടിച്ചു തുടങ്ങിയാൽ ഇത് ത്രികോണ മത്സരമായി. അതിന് താഴേക്കാണ് ട്രെൻഡിങ്ങിൽ നമുക്ക് ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റില്ല. അതിന് മേലേക്ക് ത്രികോണ മത്സരമായി. ആ ത്രികോണ മത്സരം വന്നു കഴിഞ്ഞാൽ ആര് ജയിക്കും എന്നുള്ള കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ശൈലി അനുസരിച്ച് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് സ്വരാജിൻ്റെ ലൈനിലാണ് ഈ സാധനം പോകുന്നത്. സ്വരാജാണിത് കൈകാര്യം ചെയ്ത് പോകുന്നത്. നമ്മളിന്ന് രണ്ട് ജാഥകൾ കണ്ടല്ലോ, ഒന്ന് സ്വരാജിൻ്റെയും ഒന്ന് ഷൗക്കത്തിൻ്റെയും. ഞാൻ അത് രണ്ടും ഇരുന്ന് വീക്ഷിക്കുകയായിരുന്നു. രണ്ട് ബോക്സിലിട്ട് കണ്ടു. രണ്ട് കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താ അറിയോ? മറ്റത് ആരവാണ്. ഈ ആരവം എപ്പോഴാണ് കണ്ടിരുന്നത് അറിയോ? 2021 ഏത് പിന്നെ ആഫ്രിക്കയിൽ നിന്ന് വന്ന അൻവറിന് കണ്ട ആരവം അവിടെ കാണുന്നുണ്ട്. ഈ പറഞ്ഞ ആര്യാട് ഷൗക്കത്തിൻ്റെ അടുത്ത്, പിന്നെ സ്വരാജിൻ്റെ അടുത്ത്. മറ്റേ ആരവം അവിടെ അത്ര കാണുന്നില്ല. അത് മനസ്സിലാക്കില്ല. ഇന്നും ഒരക്ഷരം സർക്കാരിനെതിരെ പറയാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇന്നും അൻവറിൽ കെട്ടി തിരിയേണ്ടി വന്നിരിക്കും. ഇന്നത്തെ ദിവസം ഇനി ആകെ 18 ദിവസമേ ഉള്ളൂ. ഇന്നത്തെ ദിവസവും അൻവറിലേക്ക് ഒരു കാര്യം പറയാൻ പറ്റില്ല. ഇപ്പം ഇനി എത്ര നേരം പറയും? ഇനി എന്താണെന്നറിയോ? ഇനിയിപ്പം CPM അങ്ങോട്ട് പറയുന്നതിന് കൗണ്ടർ അടിച്ചു പോകേണ്ടി വരും. ഇത് നേരത്തെ കയറി അടിക്കണമായിരുന്നു. നേരത്തെ കോൺഗ്രസ് കയറി അടിക്കുന്നതിന് പകരം ഇപ്പം എന്ത് സംഭവിക്കും? ഇനി CPM എന്താണോ പറയുന്നത് അതിൻ്റെ കൗണ്ടർ അടിച്ച് അതിൻ്റെ ഭാഗമാണ് ഈ തോമസ് ഐസക്കിൻ്റെ ഒക്കെ പോസ്റ്റുകൾ. ഇതിൻ്റെയൊക്കെ മറുപടി കുറച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അത് ഒന്നും പറയാനായിട്ടില്ല. PV അൻവർ മത്സരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു കൂട്ടലാണ് അവിടെ നടക്കുന്നത്. അത് മത്സരിച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ചിത്രങ്ങളൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.